എല്ലാവർക്കും നമസ്കാരം. എലമെൻറ്റ്സ് ഹെൽത്ത് ഏറ്റവും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു വൈറ്റനിങ് ക്രീമിനെ കുറിച്ചാണ്. നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഇൻ്റർനാഷണൽ ബ്രാൻഡുകൾ, നാഷണലൈസ്ഡ് ബ്രാൻഡുകളിലൊക്കെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ സ്കിൻ ടോൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വൈറ്റനിങ്ങിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മോയ്സ്ചറൈസേഷൻ, അതായത് ഈർപ്പം നിലനിൽപ്പിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉൽപ്പന്നങ്ങൾക്കൊക്കെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഒരു 80% ആളുകൾ അങ്ങനെ ഒരുപാട് രീതിയിലൊന്നും ചിന്തിക്കാറോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നോക്കാറോ ഇല്ല. റാൻഡംലി പരസ്യങ്ങൾ കാണുന്നു, അത് കാണുന്നതിലൂടെ ഒരു റിസൾട്ട് ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഉപയോഗിക്കുന്നു, അല്ലേ? അപ്പോൾ അതേ കമ്പനികൾ തന്നെ നമ്മുടെ സാധാരണ ഇൻ്റർനാഷണലി നാഷണൽ ലെവലിൽ ഒരുപാട് സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഉൽപ്പന്നത്തിന് എടുക്കാറുണ്ട്. അതായത് ഒരു എക്സാമ്പിൾ പറയാം, റെപ്റ്റക്കോസ് ബ്രെഡ് ലാബ് എന്ന് പറയുന്ന ലാബ്, അതായത് നമ്മുടെ ഈ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് ഒരു നല്ലൊരു ക്വാളിറ്റിയുള്ള ഉൽപ്പന്നങ്ങളാണ് എന്നുള്ള ഒരു സർട്ടിഫിക്കേഷൻ നൽകുന്ന ഒരു ലാബാണത്. അപ്പോൾ ആ ലാബിൽ മിക്കവാറും നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ഒരുപാട് കമ്പനികൾ ഉൽപ്പന്നങ്ങളെ കൊടുക്കുകയും അവരുടെ സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട്. ഇതേ അംഗീകാരം തന്നെ നമ്മുടെ ഉൽപ്പന്നങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ പലപ്പോഴും നമ്മളത് ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്. നമ്മളത് ഒരു സെല്ലിംഗ് പോയിൻ്റ് ആയിട്ട് നമ്മളധികം അതിനെക്കുറിച്ച് പറയാറില്ല എന്ന് തോന്നുന്നു, അല്ലേ? അപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്ന കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങൾക്ക് എല്ലാം തന്നെ ഈ പറയുന്ന റെപ്റ്റക്കോസ് ബ്രെഡ് ലാബിൻ്റെ അംഗീകാരം ലഭിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന ഒരു ഉൽപ്പന്നം എലമെൻറ്റ്സ് വെൽനസ് ബ്രാൻഡിൽ വരുന്ന വൈറ്റനിങ് ക്രീമാണ്. നമ്മൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതായത് നമ്മുടെ കുങ്കുമം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വരുന്നൊരു ഉൽപ്പന്നം ആയതുകൊണ്ട് തന്നെ ആ ഒരു കുങ്കുമത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. കുങ്കുമത്തെക്കുറിച്ച് നോക്കുമ്പോഴേ നാച്ചുറൽ സൺസ്ക്രീനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഉൽപ്പന്നത്തിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്, അല്ലെങ്കിൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന കുങ്കുമം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ അൾട്രാവയലറ്റ് രശ്മികൾ വഴി ഒരുപാട് ഡാമേജസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്, അല്ലേ? ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മറ്റ് ഹാംഫുൾ രശ്മികളിൽ നിന്നൊക്കെ സംരക്ഷണം തരുന്നതിന് വേണ്ടിയിട്ട് കുങ്കുമത്തിൻ്റെ ഒരു പ്രസൻസ് നമുക്ക് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു ഡാർക്ക് ആവുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കളർ കുറയുന്നതിന് വേണ്ടിയിട്ട് പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു കാര്യമാണ് മെലാനിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മെലാനിൻ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഈ പറയുന്ന കുങ്കുമപ്പൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് നോക്കാം. രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് രാമച്ചാണ്. രാമച്ച എന്ന് പറയുമ്പോൾ നമ്മളെ ഒരുപാട് ആയുർവേദ ഉൽപ്പന്നങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് രാമച്ചം. അപ്പോൾ ഇവിടെ ഈ രാമച്ചം ഉപയോഗിക്കുന്നത് ഈ നമ്മുടെ മോയ്സ്ചറൈസേഷൻ, കൂടുതൽ ഈർപ്പം കൂടുതൽ നേരം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് രാമച്ചം ഹെൽപ്പ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇരട്ടിമരുന്ന് ഉപയോഗിക്കുന്നുണ്ട്, ഒലിവ് ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഒലിവ് ഓയിൽ എന്ന് പറയുമ്പോൾ നമ്മളെ ഫ്രീ റാഡിക്കലുകൾ കൂടുതൽ ഉണ്ടാകുന്ന സമയത്താണല്ലോ നമ്മുടെ ഈ ആൻറ്റി ഏജിങ് പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത്. അപ്പോൾ റാഡിക്കലൊക്കെ കൊടുക്കുന്നതിന് കൂടിയിട്ട് ഈ പറഞ്ഞ ആൻറ്റി ഏജിങ് സംഭവം കൺട്രോൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ഒലിവ് ഓയിലിൻ്റെ പ്രസൻസ് കൊണ്ട് നമുക്ക് ആൻറ്റി ഏജിങ് തടയാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ മിൽക്ക് ക്രീം ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ടുകൾ, കലകൾ പോലുള്ള അത്തരം പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ ഒരു മിൽക്ക് ക്രീമിൻ്റെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വൈറ്റമിൻ ഇ ഒരു ആൻറ്റി ഓക്സൈഡ് ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള എല്ലാ ഗുണങ്ങളും നമ്മൾ ഈ ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലഭിക്കുന്നത്. അതുപോലെ തന്നെ കോപ്പറും മാഗ്നീഷ്യവും ഇതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ ചുളിവുകൾ പോലുള്ള കാര്യങ്ങളൊക്കെ ശരീരത്തിൽ ഉണ്ടാകുന്ന സമയത്തും അതുപോലെ സോൾവ് ചെയ്യുന്നതിന് വേണ്ടി ഈ പറയുന്ന മാഗ്നീഷ്യം അതുപോലെ തന്നെ കോപ്പർ എന്നിവയുടെ ആ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ സാധാരണ ഈ ഒരു ഉൽപ്പന്നം നമ്മൾ ഉപയോഗിക്കുന്നത് കുളിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു ഈറനോടെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പ്രകാരം നമുക്കിത് മുഖത്തും ഉപയോഗിക്കാം എന്നാണ് നമുക്ക് പറയുന്നത്. അതുപോലെ നമ്മുടെ ശരീരത്തിൽ കോസ്മെറ്റിക് ഉൽപ്പന്നങ്ങളൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് എന്ത് കാര്യത്തിലും നമ്മൾ സെർച്ച് ചെയ്യാറുണ്ടല്ലോ. അപ്പോൾ ഏത് സ്കിന്നിൽ ഉപയോഗിക്കുന്ന ആളായാലും, എത്ര വലിയ എക്സ്പേർട്ട് ആയാലും, ഈ ഒരു ഉൽപ്പന്നമല്ല ഏത് കോസ്മെറ്റിക് ഉൽപ്പന്നം ആയാലും ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് ജസ്റ്റ് നിങ്ങളുടെ കയ്യിലോ മറ്റോ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, എന്തെങ്കിലും റിയാക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത്. കാരണം നമ്മൾ ഓരോ ആളുകളുടെ സ്കിൻ ടൈപ്പൊക്കെ വ്യത്യാസം ഉണ്ടാവുമല്ലോ. ആ ഒരു ഇതുകൊണ്ട് പറഞ്ഞതാണ്, ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റിക്ക് കുറവുണ്ട് എന്നുള്ള രീതിയിലല്ല. ഏത് കോസ്മെറ്റിക് ഉപയോഗിക്കുമ്പോഴും നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചെറിയൊരു കൈയുടെ പോർഷനിൽ വേറെ എവിടെയെങ്കിലും മുഖത്തല്ലാതെ അധികം ഇങ്ങനെ വിസിബിൾ ആവാത്തൊരു ഏരിയയിൽ നിങ്ങൾ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ ഉപയോഗിച്ച് തുടങ്ങും. അപ്പോൾ ഉൽപ്പന്നം ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നമുക്ക് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ നിങ്ങളെ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു ഉൽപ്പന്നമായിട്ട് അടുത്ത ദിവസം കാണുന്നവരെ സൈനിങ് ഓഫ്. ബൈ.